എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ബാങ്ക് നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സുകളുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതുപോലെ ഇൻട്രാഡേയിൽ മാർക്കറ്റ് എങ്ങനെയൊക്കെ ട്രേഡ് ആവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ വഴി മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ആൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡേഴ്സിനൊക്കെ ഉപകാരപ്രദമാവുന്നു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് മൂവായത്, അതുപോലെ നാളെ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാനുള്ള സാധ്യതകൾ, ഇന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇന്നലെ, അതായത് തിങ്കളാഴ്ച, മാർക്കറ്റ് ഏകദേശം 25,000 ക്രോസ് ചെയ്തു എന്ന് തന്നെ വിചാരിച്ചു. 24,999.75 നമുക്കത് ആദ്യം മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് 25,000 ബ്രേക്ക് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെ ട്രേഡർമാർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫോളോ വന്നതിന് ശേഷം കേവലം 1 പോയിൻ്റ് പോസിറ്റീവിലാണ് ഇന്നലെ മാർക്കറ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതേപോലെ തന്നെ ഇന്ന് ഹൈ വന്നിട്ട് 24,971. ഇന്നലെ ഹൈ പോയതിൻ്റെയും ഏകദേശം 28ഓളം പോയിൻ്റ് താഴെ വന്നിട്ടാണ് ഇന്ന് വീണ്ടും മാർക്കറ്റ് ഇന്നലത്തെ അതേ അവസ്ഥയിൽ താഴെ വന്നു. പക്ഷേ ഇന്നലത്തേക്കാളും ഇന്നത്തെ ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 24,836 ഇന്ന് 24,857 21 പോയിൻ്റ്. ഇന്നലെ 1 പോയിൻ്റിൽ ഒരു പോയിൻ്റ് പോസിറ്റീവിലും ഇന്ന് 21 പോയിൻ്റ് പോസിറ്റീവിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നാളെ ഇവിടെ നിന്നും എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഈ റെഡ് ക്യാൻഡിലിന് തൊട്ട് ഇന്നൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയതുകൊണ്ട് ഇതൊരു പിൻബാർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നാളെ ഇവിടെ നിന്ന് മാർക്കറ്റ് നാളെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഇതൊരു പുതിയ പാറ്റേണായി രൂപാന്തരപ്പെടും. ഓക്കെ, ഇതൊരു മോർണിംഗ് പാറ്റേണായി മാറും. അങ്ങനെ മോർണിംഗ് പാറ്റേണായി മാറി നാളെ ഈ ഇന്നത്തെ ആൾ ടൈം ഹൈയിൻ്റെ മുകളിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നിഫ്റ്റി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് ടെക്നിക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഒരുപക്ഷെ മാർക്കറ്റ് നാളെ ഇതിന് താഴെയാണ് ക്ലോസ് ആവുന്നതെങ്കിൽ തീർച്ചയായും ഒരു കൺസോൾട്ടേഷനിലൂടെ ആയിരിക്കും മാർക്കറ്റ് കുറച്ച് പോകാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളെ നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാം. ഫസ്റ്റ് റെസിസ്റ്റൻസ് ആൾ ടൈം ഹൈ തന്നെയായിരിക്കും 25,000. അതിനും മുകളിലേക്ക് പോയ തൊട്ടടുത്ത് തന്നെ 25,065 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനും മുകളിൽ പോയി കഴിഞ്ഞാൽ 25,175 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 25,325 ആയിരിക്കും റെസിസ്റ്റൻസ്, തേർഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നാളെ 25,000 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായി എൻട്രി എടുത്ത് പോകാം. 25,000 തൊട്ടടുത്ത് തന്നെ ഒരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അതുകൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി സേഫ്റ്റി. അല്ലെങ്കിൽ അവിടെ വന്നിട്ട് നമ്മൾ എക്സിറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും ആ ലൈന് ക്രോസ് ചെയ്തതിന് ശേഷം നമുക്ക് 25,150 വരെ ഹോൾഡ് ചെയ്യാം. താഴെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 24,000, അതായത് ഇന്നത്തെ ലോ വന്നിട്ട് 24,770 ആ റേഞ്ച്. 24,777 24,770 റേഞ്ചിൽ നമുക്ക് ഫസ്റ്റ് സപ്പോർട്ടായിരിക്കും. സെക്കൻഡ് വന്നിട്ട് 24,650 ആയിരിക്കും. ഇനി അതിനും താഴെ ബൈ ചാൻസ് വരികയാണെങ്കിൽ 24,478 24,490 ആ റേഞ്ചിലായിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ നാളത്തെ ട്രേഡിംഗ് സാധ്യത ഇതൊക്കെയാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ എങ്ങനെയൊക്കെ ട്രേഡ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിമെട്രിക് പാറ്റേൺ ഫോമായിട്ടുണ്ട്. ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസാണ് കുറച്ച് ദിവസങ്ങളായി. നോക്കൂ, ഈ ഒരു റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് തന്നെ വന്നു ബാങ്ക് നിഫ്റ്റി. മാത്രമല്ല ഇവിടെ ഈ ട്രെൻഡ് ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടില്ല, 2 ദിവസം മുന്നേ വരച്ച ഈ ട്രെൻഡ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് പോയതിന് ശേഷം നോക്കൂട്ടോ, ഇത് ബ്രേക്ക് ചെയ്ത് പോയതിന് ശേഷം ഇവിടെ ബാങ്ക് നിഫ്റ്റി
ഒരു സിമെട്രിക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ഇപ്പോൾ നാളെ പ്രത്യേകത ബാങ്ക് നിഫ്റ്റിയുടെ എന്താണെന്ന് വെച്ചാൽ എക്സ്പയറി ഡേ കൂടെ ആയതുകൊണ്ട് മാർക്കറ്റ് നല്ല ഒരു കൺസോൾട്ടേഷൻ ഒരു സൈഡ് വേയിൽ തന്നെയായിരിക്കും. അങ്ങനെ സൈഡ് വേയിലൂടെ പോയി മാർക്കറ്റ് ഇവിടെ നിന്നും ഇപ്പോൾ ഈ ട്രെൻഡിൽ റെസിസ്റ്റൻസ് എടുത്തു, താഴെയുള്ള ഈ ട്രെൻഡിൽ സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലേക്ക് വന്നു, വീണ്ടും താഴേക്ക് വന്നു. ഇനി നാളെ ഒരു കൺസോൾട്ടേഷനിലൂടെ തന്നെ മാർക്കറ്റ് ഇങ്ങനെ ഈ സിമെട്രിക് പാറ്റേണിനെ ക്രോസ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് നടത്തി മുകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഇങ്ങനെ ഒരു സിമെട്രിക് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് നമുക്ക് പ്രതീക്ഷിക്കണം. അതായത് ഇതാദ്യം വായിക്കട്ടെ. അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്നും ഈ ഒരു ട്രെൻഡ് എടുത്ത് ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്നും ട്രെൻഡ് എടുത്ത് നാളെ ഇവിടെ ഒരുപക്ഷെ ഇവിടെ നിന്നും ക്രോസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകുന്ന പോലെ കാണിച്ച് വീണ്ടും താഴത്തേക്ക് തന്നെ വന്നേക്കാം. താഴത്തേക്ക് വന്ന് വീണ്ടും ഇവിടെ നിന്ന് താഴേക്കും ഒരു ബ്രേക്കൗട്ട് നടത്തിയേക്കാം. ഇതൊക്കെ ഒരു ഫേക്ക് ബ്രേക്കൗട്ട്. ഫസ്റ്റ് ബ്രേക്കൗട്ട് തന്നെ നമ്മൾ ട്രേഡ് എടുത്ത് പോകാതിരിക്കുന്നതാണ് ഉചിതം. കുറച്ച് സേഫ്റ്റി ആയിട്ട് നമുക്ക് ട്രേഡ് എടുത്ത് പോകണമെങ്കിൽ ഫസ്റ്റ് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പ്രോപ്പറായ ഒരു എൻട്രി കിട്ടുന്ന സമയത്ത് മാത്രം എടുത്ത് പോയാൽ മതിയാവും. അല്ലാത്ത പക്ഷം നമ്മൾ ട്രാപ്പിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത മെയിനായിട്ട് നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് ഒരു ഹ്യൂജ് സൈഡ് വേസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. അതേസമയം ഈ ട്രെൻഡ് ബ്രേക്ക് ആവുന്ന സമയം പെട്ടെന്നൊരു റാലിയും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നാളെ ശ്രദ്ധിക്കണം. നാളെ ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ് ആക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മാർക്കറ്റ് താഴേക്ക് സിമെട്രിക് പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നമുക്ക് അത് കൺഫേം ചെയ്യണം. ഇപ്പോൾ മുകളിലേക്കും താഴേക്കും ബ്രേക്കൗട്ട് നടത്താം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ ഏതുവരെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലോ കണ്ടോ, ഇവിടെ വന്ന് ഒരു ഡബിൾ ബോട്ടം ഫോം ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ അങ്ങനെ താഴെ വരികയാണെങ്കിൽ ഏകദേശം ഇത്രത്തോളം പോയിൻ്റ് നമുക്ക് താഴെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏകദേശം 1000 പോയിൻറ്റിന് മുകളിലേക്ക് വന്നതിന് ശേഷം മാത്രമേ പിന്നീട് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോവുള്ളൂ. ഏതായിരുന്നാലും ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലെ 51,426 സ്പോട്ട് റേറ്റ്. നാളെ ഇതായിരിക്കും ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. 51,916 51,916 ഓക്കെ, 51,916 ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പോകുന്നതിനേക്കാളും നല്ലത് ഇവിടെ എല്ലാം ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ 51,916 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 52,521 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഇവിടെ നിങ്ങളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ ഗ്യാപ്പ് വന്നിട്ട് നമുക്ക് ഒരു 365 പോയിൻ്റ് ഇൻഡെക്സിൽ കാണുന്നുണ്ട്. ചെറിയൊരു സ്കാൽപ്പിംഗ് മോഡലൊക്കെ ഒരു 100 പോയിൻ്റൊക്കെ കിട്ടുന്ന രൂപത്തിൽ പോയി കഴിഞ്ഞ് ഇവിടെ 52,300 എത്തിക്കഴിഞ്ഞാൽ ഒന്ന് എക്സിറ്റ് അടിച്ച് നിൽക്കുന്നതായിരിക്കും നല്ലത്. അതിന് ശേഷം നിങ്ങൾ അതിന് മുകളിൽ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് 52,770 വരെ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം താഴെ നാളെ വരികയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിലാണ് 51,170. അതിന് താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് വന്നിട്ട് 50,450 വരെ ഉണ്ട്. അപ്പോൾ 50,570 വരെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും നാളെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നിഫ്റ്റി ഫിനാൻസ് കൂടെ നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ഹൈ വോളറ്റിലിറ്റി ആയിരുന്നു. നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും അത്തരത്തിലുള്ള വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. കാരണം ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിഫ്റ്റിയിലെ ഈ ഒരു ചാനൽ കണ്ടില്ല, ഈ ഒരു ട്രെൻഡ് ലൈന് ഇതിനെ നിഫ്റ്റി വീണ്ടും പോയി ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, നിഫ്റ്റി നാളെ ഇവിടെ നിന്നും ഒരുപക്ഷെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോട്ടം എടുത്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ
ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി എടുത്ത് മുകളിലേക്ക് പോകാം. ഇനി അതല്ല, നാളെ ഇവിടെ നിന്ന് താഴെ ഈ ട്രെൻഡ് ലൈന് ടച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരെ താഴെ വരികയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 23,300 സ്പോട്ട് റേറ്റ് ഉള്ളത്. നാളെ 23,200 താഴെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഫിൻനിഫ്റ്റിയിൽ താഴെ എടുത്ത് വരാം. അത് ബാങ്ക് നിഫ്റ്റിയുടെ ബ്രേക്ക് ഔട്ട് പോലെ ഉണ്ടാവും. ബാങ്ക് നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയും ഒരേപോലെയാണ് ട്രേഡ് ആവുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി നാളെ ഇവിടെ ഓപ്പൺ ചെയ്ത് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റായി തിരിച്ച് പോകുന്ന സമയത്ത് ഇവിടെ ഒരു റീടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എൻട്രി എടുത്ത് പോകാം. ഈ ട്രെൻഡ് ലൈന് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഇവിടെ നിന്ന് ഡബിൾ ബോട്ടം ഫോമായി തിരിച്ച് മുകളിൽ പോയി ഒരു റീടെസ്റ്റ് വീണ്ടും നടത്തണം. അതിന് ശേഷം നമുക്ക് എടുത്താൽ തന്നെ പരമാവധി ഒരു 300 പോയിൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഏതായിരുന്നാലും നിങ്ങൾ ഈ ലെവലുകൾ ശ്രദ്ധിക്കുക. 23,200 താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കും 23,350 മുകളിൽ മേലേക്കും ട്രേഡ് എടുത്ത് പോകാം. അതേസമയം 23,350 മുകളിൽ നമ്മൾ ട്രേഡ് എടുക്കണമെങ്കിൽ ഫിനിഫ്റ്റി താഴെ ഈ സപ്പോർട്ടിൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്ന സമയത്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ നാളെ ഓപ്പൺ ആയിക്കൊണ്ട് നാളെ ഈ 23,350 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ താഴേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി മിഡ് ക്യാപ് നിഫ്റ്റിയുടെ നോക്കാം. മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രെൻഡ് ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മുകളിലാണുള്ളത്. അതേസമയം ഇതിൻ്റെ ലോട്ട് സൈസ് ഇപ്പോൾ കുറച്ചിട്ടുമുണ്ട്. നാളെ ഇന്നത്തെ ഡേ ഹൈ ആയ 12,898 12,900 അതിന് മുകളിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്ത് പോകുന്നതാണ്. സ്റ്റോപ്പ് ലോസ് 1:2 നിങ്ങൾ മെയിൻറ്റെയിൻസ് ചെയ്ത് എടുത്ത് പോവുക. ക്രോസ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് നടത്തണം, ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ താഴെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ നിന്നും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനി മിഡ് ക്യാപ് നിഫ്റ്റി നമുക്ക് താഴേക്ക് എടുത്ത് വരേണ്ട ആവശ്യമുള്ളൂ. ഈ ട്രെൻഡ് ലൈന് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് വാച്ച് ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നാളെ ഇതാണ് ട്രേഡിംഗ് സെറ്റപ്പ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രേഡുകൾ എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. രാവിലെ ഇൻട്രാഡേ സ്റ്റോക്കുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.